ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഇനി ഒരു 5 മണി ആവാനാകുമ്പോഴേക്ക് എത്തൂട്ടാ. ആ ഒരു ടൈമിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടാണ് ഇന്ന് അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് രാവിലെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് മന്തിക്കായിട്ട് മേടിച്ച കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു സാൻഡ്വിച്ച് പോലെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു വിഭവമാണ് ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രെഡ് ചൂടാക്കി അതിൽ തേച്ച് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് സബോളയും ക്യാരറ്റൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ എല്ലാം കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കോഴിമുട്ടയിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനായിട്ട് സബോള, തക്കാളി, ഒരു പച്ചമുളക്, അങ്ങനെ ക്യാരറ്റൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കൂടിയിട്ട് ഒപ്പം ഇട്ടിട്ട് തന്നെ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ആക്കിയെടുക്കട്ടെ. പിന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഷ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, പൊടി പോലുമില്ല കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. പച്ചമുളക് വരെ ഞാനത് ഗ്രേറ്ററിൽ ഇട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി കോഴിമുട്ടയ്ക്ക് അരിഞ്ഞു വെച്ചതും ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉള്ളൂ. വെള്ളം എടുത്തിട്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്രെഡ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ഇത്തിരി ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മസാല ഉണ്ടായിരുന്നു, അറബിക് മസാലയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വേണമെന്നില്ല, പക്ഷേ ഞാൻ എല്ലാത്തിലും ഇത് ഇടാറുണ്ട്. ഇതിവിടെ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇടുകയും ചെയ്യില്ല. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ അന്ന് മന്തിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാറ്റി വെച്ചതല്ല, ബാക്കി ഒരു പീസ് വന്നപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് അതും ആ മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കേ. അപ്പോൾ ബ്രെഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നല്ല, നല്ലപോലെ ചൂടായി പോയിട്ടുണ്ട്, കണ്ടില്ല, ഒരു ഭാഗം അങ്ങനെ കറുത്ത കളറായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുത്തിട്ട് ബ്രെഡിൽ മയോണൈസ് തേച്ച് അതതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുകളിൽ പിന്നെയും കുറച്ച് മയോണൈസൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റേതായ രീതിയിലാണ് ചെയ്തതാണ്. പിന്നെ മല്ലിയില അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം, അതൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ട് ഇനി ചായക്ക് വെള്ളം വെക്കുക. അതുപോലെ ഒരു ചെറിയ പാക്കറ്റ് മാഗി ഉണ്ടായിരുന്നു, അതൊന്നും ഉണ്ടാക്കട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗി മതി ഇന്ന് വരുമ്പോഴേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയപ്പോൾ നല്ലപോലെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ നമ്മൾ വേറെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കും. ആ മുട്ട അല്ലെങ്കിൽ അതിൽ എന്താ ഉള്ളത് വെച്ചെങ്കിൽ അത് മാത്രം തിന്നും കേട്ടോ. അങ്ങനെ അടുത്ത പരിപാടിയാണ് ഇനി ക്ലീനിങ്. കുറേ പാത്രങ്ങളൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുക. അതൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടി കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാതുട്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പതുക്കെ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Bye bye. Thanks for watching.